നിത്യഹരിതങ്ങളായ നിരവധി കഥാപാത്രങ്ങളുടെ മലയാള സിനിമയ്ക്ക് അഭിനയ വൈഭവത്തിൻ്റെ മധുവസന്തം സമ്മാനിച്ച നമുക്കേറെ പ്രിയപ്പെട്ട ശ്രീ മധു സാറാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം സാർ. മലയാള സിനിമയുടെ കാരണവരായി എത്രയോ പുതിയ കലാകാരന്മാർക്ക് പ്രചോദനമായി നിലയ്ക്കാത്ത അഭിനയ സാന്നിധ്യമായി മധു സാർ തുടരുകയാണ്. അപ്പോൾ ഈ ജീവിതകാലം അങ്ങയിലെ ഏൽപ്പിച്ച ഈ അഭിനയം എന്ന നിയോഗം, അതിലെ അനുഭവങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അയ്യോ, അതിനെക്കുറിച്ച് ഞാൻ പറയാൻ തോന്നിക്കുന്ന ആളുകൾ കാണുന്നതല്ലേ. അതെ, സ്ക്രീനിൽ നിങ്ങളൊക്കെ കണ്ടത് തന്നെ അതന്നെ എൻ്റെ അനുഭവം. പിന്നെ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് മിക്കവാറും റെപ്പറ്റേഷൻ ഓഫ് ദി അതർ ഫിലിമല്ലേ. ഓരോ കഥാപാത്രങ്ങളും അത് കഴിയുന്നിടത്തോളം നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു, പഠിക്കുന്നു, ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പ്രത്യേക അങ്ങനെ അനുഭവം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അല്ല, അതിൻ്റെ ഒരു ആകത്തുക, അല്ലെങ്കിൽ അത് ഇപ്പോൾ ഒരു ഈ ജീവിതകാലത്തിൽ മറ്റേതൊരു പ്രൊഫഷനേക്കാൾ ആക്ടിങ് എന്ന് പറയുന്നൊരു പ്രൊഫഷൻ ചെയ്യാൻ സാധിക്കും. എത്രയോ ആളുകളിലെ അതിൻ്റെ ഒരു സ്വാധീനം എത്തിക്കാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ അത് നൽകുന്നൊരു സന്തോഷത്തെക്കുറിച്ച് ഏറ്റവും ചുരുക്കി എങ്ങനെയാണ് അങ്ങ് പറയുക? വളരെ സംതൃപ്തനാണ് ഞാൻ ഒരു പക്ഷേ ഒരു നടൻ എന്നുള്ള രീതിയിൽ ചെയ്യാൻ ആഗ്രഹിച്ച കഥാപാത്രങ്ങൾ ഒക്കെ ഒട്ടുമുക്കാലും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ആഗ്രഹം വരുന്ന ജീവിതത്തിൽ നാം കാണുന്ന ആളുകളിൽ നിന്നും അല്ലെങ്കിൽ വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നുമാണല്ലോ. അതിൽ നിന്നൊക്കെ മനസ്സിനെ ആകർഷിച്ചിട്ടുള്ള മിക്കവാറുമൊക്കെ ഉള്ള കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ സംതൃപ്തിയുണ്ട്. ഇനി ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതെന്താണ് ഏതാണെന്ന് എനിക്കും അറിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 50 വർഷത്തിലേറെ 55 വർഷത്തിലേറെ ആയി തുടരുന്നുണ്ട് അങ്ങയുടെ ഒരു ആക്ടിങ് കരിയർ. സിനിമയിൽ തുടക്കം മുതലുണ്ടായ എത്രയോ പേർ ഇപ്പോൾ സിനിമയിൽ സജീവമായിട്ട് ഉണ്ടാകണമെന്നില്ല. ഒരുപക്ഷെ ഇത്രയും എക്സ്പീരിയൻസുള്ള മുഖ്യധാരയുള്ള ഒരേ ഒരു നടൻ മധു സാർ തന്നെയായിരിക്കണം. അപ്പോൾ അത്തരത്തിൽ ഈ വലിയ ഒരു കാലയളവിൽ ഒപ്പം പ്രവർത്തിച്ചവർ, ചിലപ്പോൾ വേർപെട്ടു പോയവർ, അവരൊക്കെയുമായിട്ടുള്ള ഒരു സഹപ്രവർത്തനം, അത് നൽകിയിട്ടുള്ള സിനിമയിൽ നൽകിയിട്ടുള്ള അനുഭവങ്ങൾ, അതിനെക്കുറിച്ച് എങ്ങനെയാണ് പഴയ സഹപ്രവർത്തകരെ? പഴയ സഹപ്രവർത്തകരെന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ തിക്കുറിശി ചേട്ടൻ, സച്ചിൻ സാറ്, പ്രേം നസീർ, അങ്ങനെ എന്നെക്കാളും മുമ്പ് വന്നവരാണ്. ഈ അവരൊക്കെ തന്നെ സച്ചിൻ സാറും പ്രേം നസീർ എന്ന് പറഞ്ഞാൽ എന്നെക്കാളും 12 വർഷം മുമ്പ് അഭിനയം തുടങ്ങിയവരാണ്. അപ്പോൾ അവരെൻ്റെ സീനിയേഴ്സായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വന്നിട്ട് എൻ്റെ എന്താണെന്ന് പറയാൻ മക്കളെ പ്രായമുള്ള ആളുകളൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും ആളുകളുടെ കൂടെ അഭിനയിച്ചപ്പോൾ ഓരോ തലമുറയിലും മനുഷ്യർക്ക് വരുന്ന വ്യത്യാസം അത് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അതേ ഉള്ളൂ. പക്ഷേ എല്ലാവരും വളരെ സ്നേഹമായിട്ടും ഒക്കെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്, ഇപ്പോഴും പെരുമാറുന്നത്. വളരെ സന്തോഷമുള്ള കാര്യമാണത്. എബൌട്ട് 3-4 ജനറേഷൻസ്. ശരിക്കും സിനിമ എന്ന് പറയുന്നിടത്ത് എക്സിസ്റ്റ് ചെയ്യാൻ പാടുപെടുന്നുണ്ട് ഒരുപാട് പേര്. ഇത് വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു മേഖല കൂടിയാണ്. അപ്പോൾ ഇത്രയും ദൈർഘ്യമേറിയിട്ടുള്ള ഒരു യാത്ര, ഒരു സഞ്ചാരം നടത്തണമെങ്കിൽ അങ്ങയുടെ വലിയ പ്രയത്നവും കുറേ ഭാഗ്യവും കുറേ ഈ പറയുന്ന സഹപ്രവർത്തകരുടെ പ്രോത്സാഹനമൊക്കെ ഉണ്ടാവും. പൊതുവെ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഊർജ്ജ രഹസ്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എനർജി സീക്രട്ട് എന്താണ്? ഈ പണി ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ആ പണി ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്താൻ പറ്റുമെങ്കിൽ ഒരു ഫുട്ബോൾ മാച്ച് പോലെയാണ്. ചിലപ്പോൾ ഗോളടിക്കും, ചിലപ്പോൾ ഗോളടിച്ചില്ല എന്ന് വരും, ചിലപ്പോൾ അടിയുണ്ട് കാലൊടിഞ്ഞെന്ന് വരും, ഇല്ലേ? എന്നാലും ആശുപത്രി 6 മാസം കഴിഞ്ഞിട്ട് പിന്നെയും കളത്തിലിറങ്ങുമല്ലോ. അതുപോലെയാണ് ഈ അഭിനയം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അകത്തൊരു ഹരം വന്നു കഴിഞ്ഞാൽ എപ്പോഴൊക്കെ എവിടെയൊക്കെ സാധ്യത ഉണ്ടാവുമോ, സൗകര്യം ഉണ്ടാവുമോ, ചാൻസ് കിട്ടുമോ, അത് ചെയ്യും. ചെയ്യുന്നതിൽ ഈ കളിക്കാരൻ്റെ സന്തോഷം ഉണ്ടാവും.